മനാഫ് ഈ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നേവി കൃത്യമായ തോതിൽ മനാഫിനെ ബന്ധപ്പെട്ട് പല വണ്ണത്തിലുള്ള കയറുകൾ കാണിച്ച് ഇതിൽ ഏത് വണ്ണത്തിലുള്ള കയറാണ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനാഫ് ഇതേ വണ്ണത്തിലുള്ള കയർ കാണിച്ചു നൽകിയപ്പോൾ മാത്രമാണ് മനാഫിന് അവിടെ നിന്നും ഈ വെള്ളത്തിനടിയിൽ നിന്നും മുറിച്ചെടുത്തിട്ടുള്ള ഈ കയർ നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായ ഒരു ലീഡ് തന്നെയാണ്. ഒരുപക്ഷെ ആ മേഖലയിൽ വാഹനമുണ്ടാവുക അല്ലെങ്കിൽ തടി ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഒഴുകിപ്പോകുന്നവർക്ക് പ്രദേശവാസികൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ കയർ അവിടെ മണ്ണിലും ചെളിയിലും ഒക്കെ പുതഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയോ ചെയ്തപ്പോൾ അത് വലിച്ചെടുക്കുന്നതിൽ നേവിക്ക് പ്രയാസം നേരിട്ടപ്പോഴാണ് ഇത് മുറിച്ചെടുത്തത്. ഇതിന്റെ രണ്ട് ഭാഗവും, അതായത് തടികെട്ടിയ കയർ മുറിച്ചെടുത്ത് നേവി കൈമാറുകയും അത് മനാഫ് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ അർജുൻ? മനാഫിന്റെ സ്ഥിതി മനാഫ് തീർച്ചയായിട്ടും മനാഫ് അതിനകത്തൊരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇതേ വണ്ണത്തിലുള്ള ഇതേ കയർ തന്നെയാണ്, ഇതേ രീതിയിലുള്ള കയർ തന്നെയാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിൽ മനാഫ് ഒരു സ്ഥിരീകരണം നൽകുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ലീഡ് ലഭിച്ചിരിക്കുന്നു. കൃത്യമായ തോതിൽ ഈ അർജുൻ്റെ വാഹനത്തിൽ കെട്ടിയ കയറാണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇനി ഈ ഗംഗാവാലി പുഴയിൽ തിരച്ചിലിന് ശേഷം അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ ഈ നേവിയുടെ സംഘം അവിടെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരിശോധന അവിടെ നടത്തും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ തടികെട്ടിയ കയർ എന്ന രീതിയിലുള്ള മനാഫിൻ്റെ സ്ഥിരീകരണം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള തടികെട്ടിയ കയർ നേവിയുടെ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ വിശദമായ തോതിലുള്ള ഒരു പരിശോധന ആ മേഖലയിൽ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഈ കയറും, അല്ലെങ്കിൽ അതിനു ചുറ്റിപ്പറ്റിയുള്ള അധിക ദൂരമല്ലാത്ത സ്ഥലത്ത് തന്നെയാണ് ഈ കയർ കെട്ടി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നേവിയുടെ കോൺടാക്ട് പോയിന്റ്സ് 1, 2 and 3 അത് മൂന്നും കിടക്കുന്നത് ഈ പുഴയുടെ തീരം ചേർന്നുള്ള ഭാഗത്താണ്. നടുവിലെ മൺകൂനയിൽ നിന്ന് കുറച്ച് മാറിയാണ് ഇത് കിടക്കുന്നത്. ഒരു സ്ലാൻഡിംഗ് പൊസിഷനിൽ നേരത്തെയും സൈഡ് സ്കാൻ സോണാർ പരിശോധനയിൽ അവർ ഐഡന്റിഫൈ ചെയ്ത സ്പോട്ടുകളിൽ തന്നെയാണ് നേവിയുടെ ടീം മുങ്ങിത്തപ്പിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കയറുമായി അവർ വന്ന് ഇത് വണ്ടിയിൽ കെട്ടിയിരുന്നതാണോ എന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ആ ഭാഗത്തെവിടെയോ ഈ ട്രക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ട്രക്കിന്റെ ഭാഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുവെന്ന് കൃത്യമായി ഉറപ്പിക്കാവുന്ന ചില ലീഡുകൾ അത് ഇന്നത്തെ ദിവസം ഈ ഡൈവിംഗിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അല്ലേ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും സുജി, അതായത് ഇന്നത്തെ തിരച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ലീഡ് എന്ന് പറയുന്നത് ഈ തടികെട്ടിയ കയർ എന്ന് പറയുന്ന നേവിയുടെ തിരച്ചിലിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഈ വസ്തു തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് ലഭിച്ചിരുന്നത് ഒരു ലോഹഭാഗം, വാഹനത്തിൻ്റെതെന്ന് തോന്നുന്ന ഒരു ലോഹഭാഗം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് മനാഫ് സ്ഥിരീകരിക്കുന്നു, അത് തങ്ങളുടെ ട്രക്കിൻ്റേതല്ല എന്നുള്ളത് കൃത്യമായ തോതിൽ തന്നെ മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ കയർ ലഭിച്ചപ്പോൾ മനാഫ് കൃത്യമായ തോതിൽ തന്നെ അത് പറയുകയാണ്, ഇത് തങ്ങളുടെ വാഹനത്തിൻ്റെതാണ്, തങ്ങളുടെ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള കയറാണ് ഉപയോഗിക്കാറുള്ളത്, ഇതേ വണ്ണത്തിലുള്ള കയറാണ് തങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളത് എന്ന കാര്യം മനാഫ് സ്ഥിരീകരിക്കുന്നു. ഒരു ടാങ്കറിൻ്റെ ലോഹഭാഗം അല്ലെങ്കിൽ അത്തരത്തിൽ വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ഒരു ലോഹഭാഗം കിട്ടിയപ്പോൾ മനാഫ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ അത് തങ്ങളുടെ ലോറിയുടെ ഭാഗമല്ല. കാരണം അർജുൻ കല്യാട്, ഞാനത് ഇടപെടുകയാണ്. അർജുൻ കല്യാട്, അർജുൻ്റെ ലോറി, ആ ലോറിയിൽ തടി ബന്ധിച്ചിരിക്കുന്ന കയറ് ഇപ്പുറത്ത് കാണാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കയറ് അതുകൂടി എന്ന് അർജുൻ കാണിക്കാം. അർജുൻ കല്യാടിനോടാണ്. അർജുൻ കല്യാടിന്റെ കൈവശമുള്ള കയറും ഇപ്പുറത്ത് കണ്ണാടിക്കലിലെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലെ ഭാരത് ബെൻസിന്റെ ട്രക്കിൽ തടി ബന്ധിച്ചിരുന്ന കയറും നമുക്ക് കാണാം. ഇതേ വണ്ണത്തിലുള്ള ഇതേ രീതിയിലുള്ള കയറ് തന്നെയാണ്. അത് മനാഫ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അർജുൻ കല്യാട് നമുക്കൊപ്പം ഉണ്ട്. ആ കയറ് മനാഫ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതേ കയറാണ് അർജുന്റെ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തടികെട്ടിയ കയർ, ആ തടികെട്ടിയ കയർ മുറിച്ചെടുത്ത് നേവി മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മനാഫിന്റെ മനാഫിന്റെ അർജുൻ കല്യാട് തുടരാം. ആ കയറുകൾ അതിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അർജുൻ കല്യാട് വാഹനത്തിൽ ബന്ധിച്ചിരുന്ന കയർ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അർജുന് തുടരാം.
ചില സമയത്ത് കേൾക്കുന്നത് അതുകൊണ്ടാണ് പറയട്ടെ. മനാഫ് അംഗീകരിച്ച് കഴിഞ്ഞ് മനാഫ് വാങ്ങി നൽകിയ കയറാണത്. അത് തന്നെയാണ് കണ്ടെത്തിയത്. മനാഫ് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നേവി നടത്തിയ പരിശോധനയിൽ കിട്ടിയ കയറാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് അർജുന്റെ വാഹനത്തിൽ തടി കെട്ടിയിരുന്ന കയറാണ് എന്ന് ലോറി ഉടമ മനാഫ് ഉറപ്പിക്കുന്നു. ഇനി ആ വാഹനം അവിടെ ഉണ്ടോ എന്നതാണ് കണ്ടെത്തേണ്ടത്. നേവിക്ക് ഒരു കയർ കിട്ടി. വാഹനത്തിന്റെ ഭാഗങ്ങൾ ഇതുവരെ നമുക്ക് കിട്ടിയത് ഒരു ഹൈഡ്രോളിക് ജാക്കി, അത് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നതാണ്, ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്നതാണ്. ആ ഒരു ഹൈഡ്രോളിക് ജാക്കിയാണ് ഇന്നലെ ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ഈശ്വർ മാൽപേ ഇന്ന് 13 ഡൈവുകൾ നടത്തിയെങ്കിലും വാഹനത്തിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. നേവി നടത്തിയ തെരച്ചിലിൽ കിട്ടിയ ലോഹഭാഗം ബുള്ളറ്റ് ടാങ്കറിൻ്റെതാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, സ്ക്രീനിൽ കാണാം പ്രേക്ഷകർക്ക്, ആ ലോറിയിൽ ഭാരത് ബെൻസിൽ തടി ബന്ധിച്ചിരിക്കുന്ന കയറും ഇന്നിപ്പോൾ നേവി കണ്ടെത്തിയിരിക്കുന്ന കയറും രണ്ടും സമാന രീതിയിലുള്ളതാണ്. മാത്രമല്ല ലോറി ഉടമ മനാഫ് തടി ബന്ധിച്ച് കൊണ്ടുവരുന്നതിനായി ലോഡിൽ കെട്ടാറുള്ള കയറാണിതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നദിയിലേക്ക് പതിച്ച വാഹനം ആ അടിത്തട്ടിൽ പൂണ്ടുകിടക്കുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. തടി ബന്ധിച്ച കയർ കിട്ടിയിരിക്കുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 3-4 തടിക്കഷ്ണങ്ങൾ PA1 എന്ന് രേഖപ്പെടുത്തിയ കറുത്ത തടിക്കഷ്ണങ്ങൾ അത് 8 കിലോമീറ്റർ അകലെ ഒരു വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വാഹനത്തിനുള്ളിൽ അർജുനുണ്ടോ, അർജുൻ എവിടേക്കാണ് പോയി മറഞ്ഞത്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. ആഴങ്ങളിലേക്കുള്ള ഡൈവിംഗ്, അതാണ് ഇനി വേണ്ടത്. ആഴത്തിൽ പൂണ്ടുകിടക്കുകയാകാം ഒരുപക്ഷെ ട്രക്ക് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സൂചന. അതിനായി വിശദമായ തെരച്ചിൽ വേണം. മണ്ണ് മാറ്റണം, പാറ മാറ്റണം, മരക്കഷണങ്ങൾ മാറ്റണം. അതിനിടയിലാകാം ട്രക്ക് ഉണ്ടാവുക എന്നതാണ്. ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കുന്നതിലുള്ള തടസ്സങ്ങൾ നീങ്ങുമോ എന്നതാണ് അറിയേണ്ടത്.